ഇതെന്താ മക്കളെ? യെസ്, ഇത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഒരു മോഡലാണ് അല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ അറിഞ്ഞൂടെ? നീല നിറത്തിൽ യെസ് ഒരു മാപ്പൊക്കെ തന്നെ മേലുണ്ട്. ഇതാണ് ഭൂമി അല്ലേ? നമ്മൾ ഭൂമി ഇങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്സിസ് അതിനുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ? അതിൻ്റെ സ്വന്തം ആക്സിസിൽ നിന്നിട്ട് അങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ? സോ ഭൂമി അങ്ങനെ മാത്രമാണോ കറങ്ങുന്നത്? അല്ല. നമുക്കറിയാം ഭൂമി എന്ന് പറയുന്ന ആള് സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനാണ് എൻ്റെ തലയെങ്കിൽ എൻ്റെ തലയ്ക്ക് ചുറ്റും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? സൂര്യൻ ആരാ? സാറിന് തലയാണ്. ഓക്കെ. സോ ഭൂമിക്ക് രണ്ട് തരത്തിലുള്ള കറക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട്, മോഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് വ്യക്തമായിട്ട് ഈ മോഡലിൻ്റെ സഹായത്തോടെ പഠിച്ചാലോ? വേഗം വാ. ഓക്കെ അല്ലേ? സോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ഈ ഭൂമി എന്ന് പറയുന്ന ആള് സ്വന്തം ആക്സിസിൽ നിന്നിട്ട് സ്വന്തം അച്ചുതണ്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ 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 കറങ്ങുന്നുണ്ട് അല്ലേ? അതിനെ നമ്മൾ വിളിക്കും ഭ്രമണം ചെയ്യുക എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം മുർഷിദ് സാർ ഭൂമിയാണെങ്കിൽ, നിങ്ങളെ മുർഷിദ് സാർ ഭൂമിയാണെങ്കിൽ, ഭൂമി എന്ന് പറയുന്നത് ഞാൻ സ്ഥലം മാറാതെ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ടൺ 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 അല്ലേ? കറങ്ങുന്നുണ്ട്. സോ ഞാനൊരു കറക്കം പൂർത്തിയാക്കി. എൻ്റെ ഫേസ് നിങ്ങളുടെ മുഖത്തേക്കാണ്. ഞാൻ കറങ്ങാൻ പോകാൻ റെഡി. 1 2 3 സ്റ്റാർട്ട്. യെസ്, ഞാൻ കറങ്ങി ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കി, ഒരു ഭ്രമണം പൂർത്തിയാക്കി. നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ എൻ്റെ ഫേസ് വന്നു. സോ ഞാനൊരു റൊട്ടേഷൻ പൂർത്തിയാക്കി. അതുപോലെ ഭൂമി എന്ന് പറയുന്ന ആള് ഒരു റൊട്ടേഷൻ മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ, ഒരു ഭ്രമണം മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര മക്കളെ? യെസ്, അതാണ് ഒരു ദിവസം, അല്ലെങ്കിൽ 1 ഡേ ആണ് അതിനു വേണ്ടി എടുക്കുക അല്ലേ? അപ്പൊ നമുക്ക് പറയാം, ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയും. എന്താ പറയാ? ഭ്രമണം. ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് വേർഡ് ഭ്രമണം എന്ന് പറയുന്നു. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ, ഒരു കറക്കം സ്വന്തം ആക്സിസിൽ നിന്ന് ഒരു കറക്കം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ 24 hours വേണം. ഇതാണ് ഒരു ദിവസമായിട്ട് നമുക്ക് തോന്നുക അല്ലേ? ഭൂമിയിൽ ഒരു ദിവസം 24 മണിക്കൂറല്ലേ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദിവസം എടുത്തുകൊണ്ട് ഭൂമി എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഭൂമി ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെയായി വരും അല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞാൽ ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ ഈസ് കാൾഡ് റൊട്ടേഷൻ അല്ലേ? ഇറ്റ് ടേക്സ് 24 hours ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ദിസ് ഈസ് 1 ഡേ. ക്ലിയർ ആണ് അല്ലേ? ഇനി ഞാൻ പറഞ്ഞു, മുർഷിദ് സാറിൻ്റെ തല നിങ്ങൾ ഇമാജിൻ ചെയ്യണം. എൻ്റെ മക്കളെ 4ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾ ഇമാജിൻ ചെയ്യുക. ഇതെൻ്റെ തലയല്ല, ഇത് ഇന്നു മുതൽ എന്താണ്? സൂര്യനാണ്. സൂര്യൻ. അപ്പോൾ ഈ സൂര്യൻ നമ്മളെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിനോടൊപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഭൂമി സൂര്യനെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അതെ. ഈ കറക്കത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ഇങ്ങനെ തിരിയുന്നുണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. 2 മോഷൻസ് എന്താണ്? രണ്ടും സൈമിൾട്ടേനിയസ് ആണ്, രണ്ടും ഒന്നിച്ചാണ് നടക്കുക അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, സൂര്യൻ എന്ന് പറയുന്ന ആ സ്റ്റാറിനെ, ആ വലിയ ആകാശഗോളത്തെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചുറ്റുന്നുണ്ട് അല്ലേ? അതാണ് മക്കളെ റെവല്യൂഷൻ, പരിക്രമണം എന്ന് പറയാം. നോക്കടാ, സൂര്യനെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഇതാ ഇങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റും ഭൂമി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഭൂമി, സ്വന്തം പ്ലാനറ്റ്, നമ്മുടെ സ്വന്തം ഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ? സൂര്യന് ചുറ്റും ഭൂമിക്ക് കറങ്ങാൻ വേണ്ട സമയം, അഥവാ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മുടെ ഭൂമി സ്റ്റാർട്ട് ചെയ്ത് സൂര്യന് ചുറ്റും കറങ്ങി പകുതി കറങ്ങി അല്ലേ? പകുതി ദൂരം കറങ്ങി, വീണ്ടും കറങ്ങി ഇവിടെ തുടങ്ങിയ ഭാഗത്ത് തന്നെ എത്താൻ വേണ്ട സമയം 365 ദിവസം. 365 ദിവസവും പിന്നെ ഒരു 1/4 ദിവസവും ാണ്. 1/4 ദിവസം 1/4 എന്ന് പറഞ്ഞാൽ 1/4 ദിവസമാണ്. ഒരു ദിവസത്തിന്റെ 1/4 അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇയാള് ഭൂമി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് തന്നെ തിരിച്ചെത്താൻ സൂര്യനെ ഒരു തവണ മുഴുവനായിട്ട് ചുറ്റി വരാൻ എടുക്കുന്ന സമയം 365 1/4 ദിവസമാണ്. അഥവാ ഒരു പരിക്രമണത്തിന് വേണ്ടി എടുക്കുന്ന സമയം, ഒരു റെവല്യൂഷന് വേണ്ടി എടുക്കുന്ന സമയം
365 ദിവസമാണ്. നമ്മൾക്കറിയാം അല്ലേ സാറേ, ഈ 365 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷമല്ലേ? അതേലോ, ഒരു വർഷം തന്നെയാണ്. 1 ഇയർ അല്ലേ സാറേ? അതേ മക്കളെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. സോ നമുക്ക് അതും അറിയാം. ഭൂമി എന്ന് പറയുന്ന ആളിൻ്റെ 2 തരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്കല്ലേ. ദ എർത്ത് ആൾസോ റിവോൾവ്സ്, റൊട്ടേഷൻ പറഞ്ഞു, അതിൻ്റെ കൂടെ ആൾസോ റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ അഡീഷൻ ടു ഇറ്റ്സ് റൊട്ടേഷൻ, അല്ലെ? റൊട്ടേഷൻ്റെ കൂടെ തന്നെ റെവല്യൂഷൻ നടക്കുന്നുണ്ട്. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ആ മൂവ്മെന്റ് എന്താ പറയുക? കാൾഡ് ആസ് റെവല്യൂഷൻ. ഞാനിങ്ങനെ മാർക്ക് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പഠിക്കുക. ആൻഡ് മാത്രമല്ല, അങ്ങനെ ഒന്ന് റെവല്യൂഷൻ നടന്നു വരാൻ, ഒരു തവണ മുഴുവനായിട്ട് റെവല്യൂഷൻ നടക്കാൻ എർത്ത് ടേക്സ് 365, 365, മാത്രമല്ല 1/4 അല്ലേ? ഒരു 1/4 ദിവസം കൂടെ ഡേയ്സ് ടു മൂവ് അറൗണ്ട് ദ സൺ. ആ ദിവസത്തെ, ഇത്രയും ദിവസത്തെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ആ സമയത്തെ നമ്മൾ വിളിച്ചു 1 ഇയർ. മലയാളികളെ, മലയാളത്തിൽ നോക്കിക്കോ മക്കളെ, എൻ്റെ മക്കളെ മലയാളത്തിൽ നോക്കിക്കോ. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. 365 ദിവസവും പിന്നെ ഒരു ദിവസത്തിൻ്റെ 4 ഭാഗവും വേണം. ഇതാണ് ഒരു വർഷം അല്ലേ? ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പരിക്രമണം എന്ന് വിളിക്കാം. മനസ്സിലായോ? നമ്മൾ 2 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭൂമി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അതിൻ്റെ അച്ചുതണ്ടിൽ, അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നുണ്ട്. ഇതാ ഇങ്ങനെ. അങ്ങനെ ഒരു തവണ മുഴുവനായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കറങ്ങാൻ വേണ്ടത് ഒരു ദിവസമാണ്. അതുപോലെ സൂര്യൻ്റെ ചുറ്റും ഭൂമിക്ക് ഇങ്ങനെ കറങ്ങി ആദ്യം തുടങ്ങിയ ഭാഗത്തേക്ക് എത്താൻ വേണ്ട സമയം 365 ദിവസമാണ്. അതാണ് നമ്മളൊരു വർഷമായിട്ട് പറയാം. ഇത്രയേ ഉള്ളൂ. സോ എൻ്റെ മക്കൾ, ഒരു ദിവസം എന്താണെന്നും ഒരു വർഷം എന്താണെന്നും പഠിച്ചില്ലേ? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. LSS എക്സാമിനും നമ്മുടെ ഡിസംബർ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കളെല്ലാവരും ഓർത്ത് വെച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? എക്സാമിന് പോവാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.